ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പന്തലിന്റെ ഒരുക്കങ്ങളും നടക്കുന്നു, ലിസ്റ്റും ഒരുങ്ങുന്നു എന്നുള്ളത്. ഇപ്പൊ ലിസ്റ്റ് ഒരുങ്ങി പ്രസിദ്ധീകരിച്ചു. തീർച്ചയായിട്ടും അഭിമാനകരമായ നിമിഷമാണ് കേരളത്തിലെ ഓരോ UDF പ്രവർത്തകർക്കും, ഓരോ മലയാളിക്കും ആഗ്രഹിച്ച ഒരു മാറ്റം സാധ്യമാവുന്നു. അതിന്റെ ടീം UDF നാളെ ഒരുമിച്ച് ഈ വേദിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാണ്. എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് തീരുമാനിക്കപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് കൊടുത്ത, നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാനുള്ള ശ്രമങ്ങളുടെ തുടക്കം നാളെ കുറിക്കുകയാണ്. അതെ, ഒരു ചെറുപ്പക്കാരുടെ സാന്നിധ്യം കൂടിയാണ്. സന്തോഷമാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസരം ആദ്യ ടൈമിൽ തന്നെ കടന്നു വരുന്നത്. കഴിഞ്ഞ 10 വർഷം തെരുവിൽ പോരാടിയ UDFന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ആ തെരുവിൽ ഒരു കരിങ്കൊടി കാണിച്ചതിന് പോലും ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായേണ്ടി വന്നിട്ടുള്ള ഓരോ ചെറുപ്പക്കാരനുമുള്ള അംഗീകാരം കൂടിയാണ് ജനീഷിനെ പോലെ ഒരു യുവസാരഥിയെ മന്ത്രിസഭയിലേക്ക്, ടീം UDFിലേക്ക് കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. അല്ല, അർഹരായ ആളുകൾ, അദ്ദേഹം ഉൾപ്പെടെ അർഹരായ ഒത്തിരി ആളുകളുണ്ട്. അതിപ്പം മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, അർഹരായ ഒത്തിരി ആളുകളുണ്ട് എന്നുള്ളത്. എല്ലാവരെയും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനിയും അർഹരായിട്ടുള്ള ആളുകളും അർഹതയുള്ള പ്രദേശങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ലിമിറ്റഡ് നമ്പേഴ്സാണ്. അതിന്റെ ഉള്ളിൽ പാർട്ടിക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം പാർട്ടിയും മുന്നണിക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ മുന്നണിയും ചെയ്തു എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ UDF നേതൃത്വം ആലോചിച്ച് പിന്നെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുമായിരിക്കും. വർക്കിംഗ് പ്രസിഡന്റുമാരിൽ മറ്റെല്ലാവരും ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ഷാഫിഖ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും. ഞാനും വർക്കിംഗ് എന്നുള്ള, ഞങ്ങളതിലെ 2ാമത്തെ വാചകം പ്രസിഡന്റാണ് കാണുന്നത്. ഞാൻ അതിലെ 1ാമത്തെ വാചകം വർക്കിംഗ് ആണ് കാണുന്നത്. അപ്പൊ അതിലെ 1ാമത്തെ കാര്യങ്ങൾ തുടരുക. ഇപ്പൊ പ്രസിഡന്റ് ചർച്ചയൊന്നും എവിടെയും ആരംഭിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ വർക്കിംഗ് പ്രസിഡന്റിലെ വർക്കിംഗ് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ കഴിയാവുന്ന തരത്തിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അത് തുടരുക എന്നുള്ളതാണ് ഞങ്ങളുടെ മേലെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം. മറ്റേതൊരു സന്തോഷമാണ്. ഒപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകർ, ഞങ്ങളുടെ പ്രസിഡന്റ് മന്ത്രിസഭയിലേക്ക് വരുന്നു. പ്രസിഡന്റ് എന്ന് ആദ്യമായിട്ട് ഞാൻ വിളിച്ച ഒരാൾ വിഷ്ണുവേട്ടനാണ്. KSU പ്രസിഡന്റായി പട്ടാമ്പി കോളേജിലെ KSU പ്രവർത്തനം നടത്തുന്ന കാലത്ത് ഞങ്ങളുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ വന്നു. അദ്ദേഹത്തെ പ്രസിഡന്റ് എന്ന് വിളിച്ച ആളിപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ട് മാറുന്നു. അതുപോലെ തന്നെ പിന്നെ അനിലേട്ടൻ വളരെയധികം വ്യക്തിബന്ധവും ആദ്യത്തെ ടേമിൽ MLA ആയപ്പോൾ പാലക്കാടിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അനുവദിച്ച മന്ത്രിയാണ്. ഉമ്മൻചാണ്ടി സാറുടെ നേതൃത്വത്തിൽ അനിലേട്ടനായിരുന്നു അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അത്രയും വ്യക്തിബന്ധവും അടുപ്പമുള്ള ആളുകളൊക്കെ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റുക, അതിൽ തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാന്നുള്ളതാണ്. പിന്നെ പാർട്ടിയും ജനങ്ങളും ഏൽപ്പിച്ച പണി തുടരും. വടകരയുടെ MP ആണ്. ആ ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കും. പാർട്ടിയുടെ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റാണ്. പാർട്ടി പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അന്ന് വടകര MP ആയില്ലെങ്കിൽ ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ അംഗമാകേണ്ട ഒരാളായിരുന്നു. നോ ഇഫ്സ് ആൻഡ് ബട്ട്സ്, ഇതാണ് യാഥാർത്ഥ്യം. അതാ ഞാൻ പറഞ്ഞു, നോ ഇഫ്സ് ആൻഡ് ബട്ട്സ്, ഇതാണ് യാഥാർത്ഥ്യം. ഇത് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ UDFന് കേരളം സമ്മാനിച്ച മികച്ച വിജയം. നല്ലൊരു ടീം മന്ത്രിസഭയിലേക്ക് വരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർഹരായ ഒത്തിരി ആളുകൾ ഇനിയുണ്ട്. അവരൊക്കെ അർഹതയില്ലാഞ്ഞിട്ടല്ല അവരാരും ലിസ്റ്റിൽ വരാതിരുന്നത്. പക്ഷേ ലിമിറ്റഡ് നമ്പർ എന്നുള്ള നിലക്ക് മാത്രം ഉണ്ടാകുന്ന കൺസ്ട്രെയിൻ. അർഹമായ പ്രദേശങ്ങളും ഇനിയും തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത്രയാണ് ഇപ്പം പിന്നെ ആസ് ഓഫ് നോ ഇത്രയാണ് പാർട്ടിക്കും മുന്നണിക്കും ചെയ്യാൻ കഴിഞ്ഞത്. അത് നല്ലൊരു ടീമാണ്. അവരിഞ്ഞ് നന്നായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാനും തീർച്ചയായിട്ടും പാർട്ടി അതിന് ഗവൺമെന്റിന് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അതുണ്ടാവും. ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത്ര വലിയൊരു വിജയം അത് ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്, ഈ സമ്മാനിച്ച വിജയത്തിന് തീർച്ചയായിട്ടും അതിനുള്ള നന്ദി പ്രവൃത്തിയിലൂടെ കാണിക്കാനുള്ള ശ്രമം ടീം UDFന്റെ ഈ ക്യാബിനറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ശുഭപ്രതീക്ഷയാണ്. നിങ്ങളെല്ലാവരുടെയും പിന്തുണ തുടർന്നും ഉണ്ടായിരിക്കണം. നമുക്കറിയാം വളരെ വലിയ പ്രയാസങ്ങളിലൂടെ സാമ്പത്തിക രംഗം ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു ബ്രീത്തിങ് ടൈം തന്ന് കാര്യങ്ങൾ ഡെലിവർ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണം, മാധ്യമപ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ല, അതിനു വേണ്ടിയുള്ള പരിശ്രമമാണല്ലോ നാളെ ആരംഭിക്കുന്നത്. അപ്പൊ അത് തന്നെയാണല്ലോ. അത് ആദ്യ ക്യാബിനറ്റിന്റെ എന്നുള്ളത് അങ്ങനെയല്ല. ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പൊ തന്നെ പല ചേഞ്ചസും നമ്മൾ കണ്ടു തുടങ്ങി.